വലിയുല്ലാഹ് ശൈഖുസ്സമാനെ സുൽത്താൻ ഖദീറുല്ലാഹ് ഖുത്ബുസ്സമാനെ സുൽത്താൻ വലിയുല്ലാഹ് ശൈഖുസ്സമാനെ സുൽത്താൻ ഖദീറുല്ലാഹ് ഖുത്ബുസ്സമാനെ ആശിഖേ മുജ്തബാ യൂസുഫ് സുൽത്താനെ ആശിഖേ മുർത്തദാ മഅ്ശൂഖ് റഹ്മാനെ മഹബൂബ് സുബ്ഹാനെ സുൽത്താൻ വലിയുല്ലാഹ് ശൈഖുസ്സമാനെ സുൽത്താൻ ഖദീറുല്ലാഹ് ഖുത്ബുസ്സമാനെ തൗഹീദ് കൊണ്ടാടി കലിമത്തിന്റെ പാത വിളഞ്ഞാടി കരമേറ്റ് രക്ഷിക്കാനാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഫലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഫലില്ലാഹിൽ ഹംദ്. വഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദിർ ചിശ്തി മഹാനവറുകളെ, അവിടുത്തെ അഭിവന്യരായ ഖലീഫമാരെ, വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ, ആദരണീയരായ സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ശ്രോതാക്കളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹ നിമിത്തം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഭവത്തിന് സാക്ഷികളാകാൻ വേണ്ടി ഈ മഹത്തായ സമ്മേളന വേദിയിൽ സദസ്സിൽ നാം സംഗമിച്ചിരിക്കുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായി മാറാൻ പോകുന്ന ആഗോളതലത്തിൽ തന്നെ പഴയ ഇസ്ലാമിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. ഈ കാലഘട്ടത്തിലെ ഔലിയാക്കളുടെ മുഴുവൻ നേതാവായ ഇസ്ലാമിന്റെ നവോത്ഥാന നായകനായ ഒട്ടനേകം ആളുകളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വിശുദ്ധ തൗഹീദ് സ്ഥാപിച്ച് ജനമനസ്സുകളെ സംസ്കരിച്ചു കൊണ്ടിരിക്കുന്ന
ഖുത്ബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദിരി മഹാനവറുകളുടെ നേതൃത്വത്തിൽ ഒരു പണ്ഡിത സഭ ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കാൻ പോവുകയാണ്. അതിന്റെ പ്രഖ്യാപനം ഖുത്ബുസ്സമാൻ നിർവഹിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നിമിഷങ്ങൾ ജീവിതത്തിലെ അതുല്യമായ, അമൂല്യമായ, അനർഘനീയമായ നിമിഷങ്ങളാണ്. ഇതൊരു മഹത്തായ ചരിത്ര സംഭവമാണ്. ഇത് ചരിത്രം പറയുന്ന സദസ്സല്ല, മറിച്ച് ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്ന സദസ്സാണ്. നാളെ വിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശത്തിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത പ്രസ്ഥാനങ്ങൾ വന്ന് മലീമസപ്പെടുത്തിയ വിശുദ്ധ ഇസ്ലാമിന്റെ നേരായ മാർഗത്തിലേക്ക് ജനങ്ങൾക്ക് വഴിതെളിയിക്കാൻ പോകുന്ന മഹത്തായ ഒരു പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിന് സാക്ഷികളാകാൻ ഭാഗ്യം സിദ്ധിച്ച ആളുകളാണ് നമ്മൾ. ഇത് അല്ലാഹു നമുക്ക് കനിഞ്ഞരളിയ മഹത്തായ ഒരു സൗഭാഗ്യമാണ്. എന്തിനിങ്ങനെ ഒരു അമൂല്യ മുഹൂർത്തം സംഘടിപ്പിക്കപ്പെട്ടു? എന്തിനിങ്ങനെ ഈ രീതിയിലുള്ള ഒരു പണ്ഡിത സഭയുടെ പ്രഖ്യാപനം നടത്തേണ്ടി വന്നു? ഞാൻ ദീർഘമായി പറയുകയല്ല. കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്ത് വിവിധ സംഘടനകൾ പ്രവർത്തിക്കുന്നു. മുസ്ലിം സമൂഹത്തിൽ തന്നെ വ്യത്യസ്ത പണ്ഡിത സഭകൾ പ്രവർത്തിക്കുന്നു. അതിനിടയിൽ ഇനി ഒരു പണ്ഡിത സഭ എന്തിന് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകും. പക്ഷേ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും, 1921 ശേഷമാണ് കേരളത്തിൽ പണ്ഡിത സഭകൾ രൂപം കൊള്ളുന്നത്. കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത തന്നെ മഹാനായ പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം നമ്മുടെ കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇനി അതില്ലെങ്കിൽ താബിഈകളുടെ, പ്രവാചകരുടെ തൊട്ടപ്പുറത്തുള്ള തലമുറയുടെ കാലത്ത് ഏതായാലും വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം നമ്മുടെ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. ഉത്തമ നൂറ്റാണ്ടിൽ തന്നെ ഇസ്ലാമിന്റെ സന്ദേശം കൈമാറാനുള്ള ഭാഗ്യം കേരളത്തിന്റെ മണ്ണിന് ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു സവിശേഷത, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത ചിന്താ പ്രസ്ഥാനങ്ങളും വിവിധ പുത്തൻ പ്രസ്ഥാനങ്ങളും പരിശുദ്ധ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി, അതിനെ നശിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്നപ്പോൾ കേരളത്തിലെ ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും, ഈ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അല്ലെങ്കിൽ 19ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ അത്തരം ബിദ്ഈ പ്രസ്ഥാനങ്ങളോ ചിന്താധാരങ്ങളോ വളരെ ശക്തമായ രീതിയിൽ കേരളത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മഹാന്മാരായ പരിശുദ്ധരായ സഹാബികൾ ഏതൊരു വിശുദ്ധ ദീനിന്റെ സന്ദേശമാണോ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് പകർന്നു നൽകിയത് എങ്കിൽ ആ വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം ഉൾക്കൊണ്ട് ജീവിച്ച ആളുകളായിരുന്നു നമ്മുടെ പൂർവികരായ ആളുകൾ. ആ വിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ് ഇസ്ലാമിന്റെ ആത്മീയ സരണി, ത്വരീഖത്ത് അംഗീകരിച്ച് അവർ ജീവിച്ചു എന്നുള്ളത്. ഇസ്ലാം എന്ന് പറയുമ്പോൾ അത് ത്വരീഖത്തിന്റെയും ശരീഅത്തിന്റെയും സമന്വയമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുമ്പോൾ അത് ത്വരീഖത്തിന്റെയും ശരീഅത്തിന്റെയും സമന്വയമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം ഉൾക്കൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളുടെ കഴിഞ്ഞകാല ചരിത്രം പരിശോധിക്കുന്ന ഏതൊരു ചരിത്ര വിദ്യാർത്ഥിക്കും വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ശരീഅത്തും ത്വരീഖത്തും തങ്ങളുടെ ജീവിതത്തിൽ ഉൾച്ചേർത്ത് വെച്ച് വിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ചവരായിരുന്നു കേരളത്തിലെ മുസ്ലിങ്ങൾ. ഓരോ കാലഘട്ടത്തിലും കടന്നു വന്ന ത്വരീഖത്തിന്റെ മശായിഖന്മാരുടെ പിന്നിൽ അണിനിരന്ന് അവരിൽ നിന്ന് പരിശുദ്ധമായ ദിക്ർ, പരിശുദ്ധമായ തൗഹീദ് സ്വീകരിച്ച് അവരുടെ തർബിയത്തിന് വിധേയമായി, അവരുടെ സംസ്കരണത്തിന് വിധേയമായി ജീവിച്ച ആളുകളായിരുന്നു കേരളത്തിലെ മുസ്ലിങ്ങൾ. എന്നാൽ ഇതിന് അപവാദമായിക്കൊണ്ട് ഈ പരിശുദ്ധമായ ദീനിനെ, ശരീഅത്തും ത്വരീഖത്തും ഉൾക്കൊള്ളുന്ന ദീനിനെ
മഹാന്മാരായ മശായിഖന്മാരുടെ പിന്നിൽ അണിനിരന്ന് പ്രവർത്തിക്കുന്ന പരിശുദ്ധ ഇസ്ലാമിനെ, സുന്നത്ത് ജമാഅത്തിനെ തകർക്കാൻ വേണ്ടി ആഗോള തലത്തിൽ തന്നെ സാമ്രാജ്യത്വ ശക്തികൾ കുൽസിതമായ കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയുണ്ടായി. ഞാൻ ഏറെ ആ ഭാഗം ഞാൻ വിശദീകരിച്ച് പറയുകയല്ല, വിശദീകരിച്ച് സംസാരിക്കുകയല്ല. ത്വരീഖത്തുമായുള്ള ബന്ധം, ഷെയ്ഖുമാരുമായുള്ള ബന്ധം എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിന്റെ തനതായ രൂപമാണ്. ഇസ്ലാമിന്റെ ആത്മീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നത് അവിടെയാണ്, ഈമാൻ നിറഞ്ഞു നിൽക്കുന്നത് അവിടെയാണ്, വിശ്വാസം നിറഞ്ഞു നിൽക്കുന്നത് അവിടെയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകത്ത് കടന്നു വന്ന് മുസ്ലിങ്ങളെ തകർക്കാൻ ശ്രമിച്ച്, ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ച് സാമ്രാജ്യത്വ ശക്തികൾക്ക് എല്ലാ കാലത്തും വെല്ലുവിളിയായി നിന്നത് ഈ ത്വരീഖത്തായിരുന്നു. ഈ ത്വരീഖത്തായിരുന്നു എല്ലാ കാലത്തും വെല്ലുവിളിയായി നിന്നത്. ഈ ഷെയ്ഖുമാരുമായുള്ള ബന്ധം, ഈ ഷെയ്ഖുമാരുമായുള്ള ബന്ധം, ഈ ദിക്റിന്റെ കൈമാറ്റം, ഈ ഷെയ്ഖ് മുരീദ് ബന്ധം, ഈ ഇസ്ലാമിന്റെ ആത്മീയമായ ഈ വശം, അത് തകർക്കാനുള്ള ശ്രമങ്ങൾ സാമ്രാജ്യത്വ ശക്തികൾ ആഗോളതലത്തിൽ തന്നെ നടത്തുകയുണ്ടായി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇസ്ലാമിന്റെ ആത്മീയ ചൈതന്യത്തിന് കോടാലി വെച്ചുകൊണ്ട് കടന്നു വന്ന് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി കടന്നു വന്ന പ്രസ്ഥാനമാണ് വഹാബിസം എന്ന് പറയുന്നത്. ഈ വഹാബിസം സ്ഥാപിച്ചത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഒരാളായിരുന്നു. പിൽക്കാലത്ത് ബ്രിട്ടീഷ് ചാരനായിരുന്ന ഹംഫർ തന്റെ ഡയറിയിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്, മുസ്ലിം ലോകത്ത്, മുസ്ലിം രാജ്യത്തേക്ക് കടന്നു വന്ന് വളരെ സമർത്ഥമായി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഒരാളെ പണം കൊടുത്ത് വലയിലാക്കി ഈ സമുദായത്തിന്റെ ആത്മീയ ചൈതന്യം നശിപ്പിക്കാൻ വേണ്ടി രംഗത്തിറക്കുകയായിരുന്നുവെന്ന്. എന്ത്? ത്വരീഖത്തിന്റെ അടയാളങ്ങൾക്ക് നേരെ, ഷെയ്ഖ് മുരീദ് ബന്ധത്തിന് നേരെ, തവസ്സുലിനും ഇസ്തിഗാസക്കും നേരെ. ഇതിനെതിരെയാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ശക്തമായി രംഗത്ത് വന്നത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ശക്തമായി രംഗത്ത് വന്നത് ഇതിനെതിരെയാണ്. അദ്ദേഹത്തെ ഹംഫർ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ പണം കൊടുത്ത്, വിലക്കെടുത്ത് ഈ സമുദായത്തിലേക്ക് ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഇറക്കുകയായിരുന്നു. ഹംഫർ തന്നെയാണ് തന്റെ ഡയറിയിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി വന്ന മറ്റൊരു പ്രസ്ഥാനമാണ് ഖാദിയാനിസം എന്ന് പറയുന്നത്. മിർസ ഗുലാം അഹ്മദ് ഖാദിയാനിയുടെ ഖാദിയാനിസം. താൻ പ്രവാചകനാണ് എന്ന് പറഞ്ഞ് മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി രംഗത്ത് വന്നു. അതിനെക്കുറിച്ച് സാമ്രാജ്യത്വ ശക്തികൾ തന്നെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മുസ്ലിം ഉമ്മത്തിന്റെ, ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രവാചകർ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ബന്ധം, ആ ബന്ധം വേർപ്പെടുത്താൻ വേണ്ടി, ആ ബന്ധം ഉണ്ടാകുന്നത് ഷെയ്ഖ് മുരീദ് ബന്ധത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി. സാമ്രാജ്യത്വ ശക്തികളുടെ ബുദ്ധി പ്രവർത്തിച്ച് നോക്കണം. നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് വഫാത്തായി മദീനയിലെ മണലാരണ്യത്തിൽ കിടന്നുറങ്ങുന്ന, ഇന്ന് ജീവിച്ചിരിക്കാത്ത ഒരു വിശുദ്ധ വ്യക്തിത്വം, അവരുടെ ഭാഷയാണ് ഞാൻ പ്രയോഗിക്കുന്നത്, മണ്ണിനോട് ചേർന്നൊരു വ്യക്തിത്വവുമായി മുസ്ലിങ്ങളെ ശക്തമായി ബന്ധം സ്ഥാപിക്കുന്നത് മുഹമ്മദ് റസൂലുള്ളയിലൂടെയാണ് എന്ന് മനസ്സിലാക്കിയ സാമ്രാജ്യത്വ ശക്തികൾ ഈ മുഹമ്മദ് റസൂലുള്ളയുമായുള്ള ബന്ധം അത് ത്വരീഖത്തിന്റെ ശൈഖന്മാരിലൂടെയാണെന്ന് മനസ്സിലാക്കിയ സാമ്രാജ്യത്വ ശക്തികൾ ഈ ത്വരീഖത്തിന്റെ ശൈഖന്മാരുമായുള്ള ബന്ധം എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ച് സാമ്രാജ്യത്വ ശക്തികൾ അതിന് പകരമായിട്ട് മുസ്ലിം ഉമ്മത്തിന് ഒരു നബിയെ തന്നെ സമർപ്പിക്കാൻ എന്ന് കരുതി മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി എന്ന് പറയുന്ന ഒരാളെ സമർത്ഥമായി ഉപയോഗിച്ച് പ്രവാചകത്വ പരിവേഷം നൽകി ഈ സമുദായത്തിലേക്ക് ഇറക്കുകയായി. മുഹമ്മദ് റസൂലുള്ളയുമായുള്ള ബന്ധം ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ ശൈഖ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദിരി ചിശ്തി മഹാനവറുകളുടെ നേതൃത്വത്തിൽ ആണ് നാം ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. മഹാനവറുകളുടെ നേതൃത്വത്തിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ മഹാനവറുകൾ പറയുന്നൊരു വാക്കുണ്ട്, ഹിജ്റ 300 കൂടി, ഉത്തമ നൂറ്റാണ്ടിന്റെ പരിസമാപ്തിയോടുകൂടി മുസ്ലിം മനസ്സുകളിൽ നിന്ന് മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്ന വിശുദ്ധ വചനം, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല പ്രശ്നം, മറിച്ച് മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്ന വിശുദ്ധ വചനം, ആ വചനത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള കുതന്ത്രങ്ങൾ ജൂത ബുദ്ധികളിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുണ്ട് എന്ന് മഹാനവറുകള് നിരന്തരമായി പറയുന്ന ഒരു കാര്യം. ഇതായിരുന്നു സത്യത്തിൽ സാമ്രാജ്യത്വ ശക്തികൾ ഭയപ്പെട്ടിരുന്നത്.
അത് ആഗോളതലത്തിൽ മാത്രമല്ല, ഇങ്ങ് കൊച്ചു കേരളത്തിൽ കടന്നു വന്ന, നമ്മുടെ രാജ്യം പിടിച്ചടക്കാൻ വേണ്ടി വന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ഇന്ത്യയിൽ, കേരളത്തിൽ ഏറ്റവും ശക്തമായി പടപൊരുതിയ വിഭാഗം മുസ്ലിങ്ങളാണ്. അത് ആർക്കും യാതൊരു സംശയവുമില്ല. ഈ രാജ്യത്തെ വിട്ടുമുറിക്കാൻ വന്ന്, രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി വന്ന്, ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്ന് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ ഏറ്റവും ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചത് മുസ്ലിങ്ങളായി. ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ, വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു, മൗലാന ആലി മുസ്ലിയാർ തുടങ്ങിയ ആളുകൾ, അവരൊക്കെ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ ശക്തമായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സാമ്രാജ്യത്വ ശക്തികളെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. എന്താണ് ഈ മുസ്ലിങ്ങളുടെ വിജയത്തിന്റെ നിമിത്തം? കാരണം മരിക്കാൻ ഭയമില്ലാത്തൊരു വിഭാഗം, ജീവിക്കാൻ കൊതിക്കാത്തൊരു വിഭാഗം. എന്താണ് ഇവർക്ക് ഇത്രയും ശക്തമായ ആത്മീയ ചൈതന്യം ലഭിക്കാനുള്ള കാരണം? എവിടെ നിന്നാണ് അത് ലഭിക്കുന്നത്? വളരെ ഗഹനമായ ഒരു പഠനം നടത്തി. കേരളത്തിൽ അതിനെക്കുറിച്ച് പഠനം നടത്തി. അത് ത്വരീഖത്തിന്റെ ശൈഖന്മാരുമായുള്ള ബന്ധമാണ് എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളെ വധിക്കാൻ പോലും ആലോചിച്ചിരുന്നുവെന്ന്. പക്ഷേ വധിച്ചാൽ അതിലേറെ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് ഭയപ്പെട്ട് തൽക്കാലം അവരാശ്രമം മാറ്റിവെക്കുകയാണ് ചെയ്തത്. സയ്യിദ് ഫദ്ൽ പൂക്കോയ തങ്ങൾ അവർ നാടുകടത്തി. മഹാനായ മമ്പുറം തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ ഫദ്ൽ പൂക്കോയ തങ്ങൾ അവർ നാടുകടത്തി. നാടുകടത്താൻ വേണ്ടി മമ്പുറം തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ഫദ്ൽ പൂക്കോയ തങ്ങളെ നാടുകടത്തുന്നതിനെ കുറിച്ച് അന്ന് മലബാർ ഭരിച്ചിരുന്ന ജില്ലാ മജിസ്ട്രേറ്റ് HV കോണോലി ബ്രിട്ടീഷ് ഗവൺമെന്റിന് നൽകിയ റിപ്പോർട്ടിൽ മലബാർ മാനുവലിൽ ലോഗൻ സാഹിബ് എഴുതി വെക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഈ മുസ്ലിങ്ങളുടെ ഈ മൊത്തം പ്രശ്നത്തിന്റെ കാരണം മമ്പുറം സയ്യിദ് അലവി തങ്ങളുമായുള്ള ബന്ധമാണ്. എന്നിട്ട് അദ്ദേഹം പറയാം, മമ്പുറം തങ്ങളുടെ ബലികുടീരത്തിൽ പ്രാർത്ഥിച്ചാണ് മുസ്ലിങ്ങൾ പോരാട്ടത്തിനിറങ്ങുന്നത്. ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളെ ജീവിതകാലത്ത് മാത്രമല്ല ബ്രിട്ടീഷുകാര് ഭയപ്പെട്ടത്, മറിച്ച് മമ്പുറം തങ്ങളുടെ പരിശുദ്ധമായ ജാറത്തെ പോലും ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടു എന്നർത്ഥം. ആ ബന്ധം പോലും അവർ ഭയപ്പെട്ടു. അതുകൊണ്ട് പറയാം, മമ്പുറത്ത് സിയാറത്ത് ചെയ്തിട്ടാ മുസ്ലിങ്ങൾ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. വേറൊരു പ്രശ്നം എന്താ അവര് പറയുന്നത്? മുസ്ലിങ്ങൾ 5 വക്ത് നിസ്കരിക്കുന്നതാണ് പ്രശ്നം എന്നല്ല പറയുന്നത്. ഞാൻ നിസ്കരിക്കണ്ട എന്നല്ല. അവർ നോമ്പനുഷ്ഠിക്കുന്നതാണ് പ്രശ്നം എന്നല്ല പറയുന്നത്. അവർ ഖുർആൻ ഓതുന്നതാണ് പ്രശ്നം എന്നല്ല പറയുന്നത്. അവര് ബാങ്ക് വിളിക്കുന്നതാണ് പ്രശ്നം എന്നല്ല പറയുന്നത്. മറിച്ച് മമ്പുറത്തെ ശവകുടീരത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതാണ് പ്രശ്നം. ഇതില്ലായ്മ ചെയ്യണം. ഇത് മിസ്റ്റർ കോണോലി സാഹിബ് ബ്രിട്ടീഷ് ഗവൺമെന്റിന് സമർപ്പിച്ച റിപ്പോർട്ടാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് വേറൊരു പ്രശ്നം, ജീവിച്ചിരിക്കുന്ന സയ്യിദ് ഫദ്ൽ തങ്ങളുടെ കൈമുത്തുകയും മുട്ട് കുത്തി ഇരുന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾ ആലോചിച്ചോ, ഒരു കയ്യുമുത്തല് ബ്രിട്ടീഷുകാർ എന്തുമാത്രം കൈ പിടിച്ച് ചുംബിക്കുക. ഒരു ത്വരീഖത്തിന്റെ ഷെയ്ഖിന്റെ കൈ പിടിച്ച് ചുംബിക്കുന്നത് പോലും തങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ കാരണമാണ് എന്ന് വെളുവെളുത്ത ശരീരത്തിനുള്ളിൽ കറുത്ത ഹൃദയവുമായി വന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ത്വരീഖത്തിലൂടെ മുസ്ലിം ഉമ്മത്തിന് അതിന്റെ ഷെയ്ഖന്മാര് പകർന്നു നൽകുന്ന ആത്മീയ ചൈതന്യം അവര് വേണ്ടുവോളം മനസ്സിലാക്കിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അല്ലേ? ഒരു കൈ മുത്ത അതാ പ്രശ്നം, പ്രതിജ്ഞ ചെയ്യ അതാ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇത് നശിപ്പിക്കണം. അതിനവരെന്താ ചെയ്തത്? സാമ്രാജ്യത്വ ശക്തികളുടെ കുൽസിതമായ കുതന്ത്രം. ബഹുമാനപ്പെട്ട സയ്യിദ് ഫദ്ൽ പൂക്കോയ തങ്ങളെ നാട് കടത്തി. നേർക്കുനേർ പറഞ്ഞ നാട് കടത്തുകയല്ല ചെയ്തത്, മറിച്ച് ഫദ്ൽ പൂക്കോയ തങ്ങളുടെ ബന്ധുവായ ഒരു തങ്ങളെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പണം കൊടുത്ത്
വിലക്കെടുത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് ഫളിൽ പൂക്കോയ തങ്ങളുടെ സമീപത്തേക്ക് പറഞ്ഞയച്ച് മൊത്തം ഇവിടെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണം നിങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്തി, അതുകൊണ്ട് താൽക്കാലികമായി നിങ്ങൾ ഒന്ന് നാടുവിടണം എന്നും അത് ഹജ്ജിന് വേണ്ടി പരിശുദ്ധ മക്കയിലേക്ക് പോയാൽ മതി എന്നും പറഞ്ഞ് ധരിപ്പിച്ച് സയ്യിദ് ഫളിൽ പൂക്കോയ തങ്ങളെ മക്കയിലേക്ക് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. മക്കയിലെത്തി ഫളിൽ പൂക്കോയ തങ്ങൾ, മക്കയിലെത്തി. പക്ഷേ തിരിച്ചു വരാൻ അനുവദിച്ചില്ല. സകല തുറമുഖങ്ങളിലും റിപ്പോർട്ട് നൽകി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ ഇന്ത്യയിലേക്ക് കാലുകുത്താൻ ഫളിൽ പൂക്കോയ തങ്ങൾ അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു നാടുകടത്തി. ഒരു തങ്ങളെ പണം കൊടുത്ത് സ്വാധീനിച്ച് അവർ ഏർപ്പാട് ചെയ്തു. ഞാൻ എന്തിനാ ആമുഖമായി ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ, പുതിയൊരു പണ്ഡിത സഭക്ക് ഖുത്ബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദിരി ചിശ്തി പ്രഖ്യാപനം നടത്തുകയാണ്, അത് സ്ഥാപിക്കുകയാണ്. വളരെ അമൂല്യമായ ഒരു സംഭവത്തിന് നാം സാക്ഷികളാകാൻ പോവുകയാണ്. ഇത് പറയുമ്പോ കേരളത്തിൽ ഒരുപാട് പണ്ഡിത സഭകളില്ലേ? ഉണ്ട്. കേരളത്തിൽ പ്രഥമമായി രൂപീകരിച്ച പണ്ഡിത സഭ കേരള ജംഇയ്യത്തുൽ ഉലമ, അത് ഇതേ ലക്ഷ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ പണ്ഡിത സഭയായി. രണ്ടാമത് മറ്റൊന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുണ്ട്, അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമയുണ്ട്, സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമയുണ്ട്, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുണ്ട്. വ്യത്യസ്ത സംഘടനകളുണ്ട്. പക്ഷെ ഇതിന്റെ ഒക്കെ മൊത്തം അസ്ല് ഒന്നാ, സമസ്ത. ഇതിന്റെ മൊത്തം അസ്ല് ഒന്നാണ്, സമസ്ത. ഈ സമസ്ത ദക്ഷിണ എന്ന് പറയുന്ന ഒരു പ്രാദേശികമായ തർക്കത്തിന്റെ പേരിൽ രൂപീകരിച്ച ഒരു സംഘടന. പിന്നെ തബ്ലീഗ് ജമാഅത്തിനെ പിന്തുണക്കാൻ വേണ്ടി അതിന് അത്രേ പ്രാധാന്യം ഞാൻ കാണുന്നുള്ളൂ. ഈ സംഘടനകൾ ഇന്നിപ്പോ എന്താണ് കേരളത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ, ദീൻ എന്ന് പറഞ്ഞാൽ, സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പണ്ഡിത സഭയുടെ സമസ്ത അല്ലെങ്കിൽ സംസ്ഥാന അല്ലെങ്കിൽ AP, EK, ദക്ഷിണ ഇതിൽ അണിനിരക്കണം എന്നാണല്ലോ. എന്നിട്ടിങ്ങനെ ഈ സമസ്ത എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് ഇങ്ങനെ കേട്ടാ തോന്നിപ്പോകും അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തുണ്ടായതാണോ എന്ന്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ത്വരീഖത്തിനെ കുറിച്ച് പറഞ്ഞു. 1922 കോയമ്പത്തൂർ ജയിലിൽ വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ് ബ്രിട്ടീഷുകാർക്കെതിരെ, സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ പോരാട്ടത്തിന് നേതൃത്വം നൽകിയത് കാരണം ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് കൊല്ലാൻ വേണ്ടി വിധിച്ച് കോയമ്പത്തൂരിൽ ജയിലിൽ കൊണ്ടാക്കി. 1922 ഒരു സുപ്രഭാതത്തിൽ മൗലാന ആലി മുസ്ലിയാരെ സമീപിച്ച് അന്നത്തെ ജയിൽ ഉദ്യോഗസ്ഥൻ പറയുകയാണ്, ഇന്ന് നിങ്ങളെ വധിക്കാൻ തീരുമാനിച്ച ദിവസമാണ്, ഇന്നാണ് നിങ്ങളെ കൊല്ലാൻ പോകുന്നത്, കൊലക്കയറിൽ ഏറ്റാൻ പോകുന്നത്. നിങ്ങൾക്ക് അവസാനമായി വല്ല ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഖാദിരിയ്യ ത്വരീഖത്തിന്റെ ധീരനായ ഷെയ്ഖായിരുന്ന മൗലാന ആലി മുസ്ലിയാർ എന്ന് പറയുന്ന ധീരനായ വിപ്ലവകാരി വെള്ളക്കാരന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്, എനിക്ക് എന്റെ മക്കളെ കാണണം എന്നല്ല, എനിക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നല്ല, എനിക്ക് എന്റെ പ്രിയപ്പെട്ട പ്രിയതമക്ക് ഒരു കത്തെഴുതണം എന്നല്ല, അവരോട് സംസാരിക്കാനുള്ള അവസരം എനിക്ക് തരണം എന്നല്ല, മറിച്ച് എനിക്ക് കുറച്ച് ചുടുവെള്ളം നിങ്ങൾ തരുമോ, എനിക്ക് കുറച്ച് ചുടുവെള്ളം തരുമോ എന്ന് ചോദിക്കുകയാണ്. അവര് ചുടുവെള്ളവുമായി വന്ന സമയത്ത് ആ ചുടുവെള്ളം ഉപയോഗിച്ച് വുളു എടുത്ത് രാജാതി രാജനായ റബ്ബിന്റെ മുമ്പിൽ 2 റക്അത്ത് നമസ്കരിച്ച് ആ 2 റക്അത്ത് നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിൽ കിടന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞ് സാമ്രാജ്യത്വ ശക്തികളുടെ കൊലക്കയറിനെ പോലും പുച്ഛിച്ച് തള്ളിക്കളഞ്ഞ് ഖാദിരിയ്യ ത്വരീഖത്തിന്റെ ഷെയ്ഖ് ആലി മുസ്ലിയാർ 1922 വഫാത്തായത്. എന്താ ആലി മുസ്ലിയാരുടെ പ്രത്യേകത? ആലി മുസ്ലിയാരുടെ പേരക്കുട്ടി നെല്ലിക്കുത്ത് മുഹമ്മദ് മുസ്ലിയാർ മലയാളത്തിലെ മഹാരഥന്മാർ എന്ന് പറയുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ആലി മുസ്ലിയാർ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നതിന്റെ മുമ്പ് ഖാദിരിയ്യ ത്വരീഖത്തിന്റെ ഷെയ്ഖ് എന്ന പേരിലാണ് അദ്ദേഹം പ്രസിദ്ധനായിരുന്നത്. ഒട്ടനേകം ആത്മാക്കളെ തർബിയത്ത് ചെയ്തിരുന്ന ആളായിരുന്നു ആലി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ 1922 ആലി മുസ്ലിയാർ വഫാത്താകുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ നിലകൊണ്ട് പണ്ഡിത സഭ സമസ്ത രൂപീകൃതമാകുന്നത് 1925 അല്ലെങ്കിൽ 1926 ആലി മുസ്ലിയാർ വഫാത്തായ കുറച്ചു കാലം കഴിഞ്ഞാൽ. ഈ സമസ്ത എന്ന് പറഞ്ഞാൽ അതിന് അത്ര പ്രായമുണ്ട്, വലിയ സാധനമൊന്നുമല്ല. നമ്മുടെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ 90ാം പിറന്നാൾ ആഘോഷിക്കുകയുണ്ടായി. അച്യുതാനന്ദന് 90 വയസ്സായി.
എന്ന് പറഞ്ഞാൽ സമസ്തക്ക് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ പ്രായം പോലുമില്ല, 90ന്റെ താഴെ അത്ര ആയിട്ടുള്ളൂ. പ്രായം കൊണ്ട് സമസ്ത അച്യുതാനന്ദനെ ബഹുമാനിക്കണം എന്നർത്ഥം. അത്ര ആയിട്ടുള്ളൂ. ഇതിന് വലിയ കാലം ഇതല്ലാതെ ഇത് അള്ളാന്റെ റസൂൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന സാധനമൊന്നുമല്ല. അത്രേ ആയിട്ടുള്ളൂ. ഞാൻ ഇൻഷാ അല്ലാഹ് വിശദീകരിച്ച് പറയാം. ഞാൻ അത് ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് വിശദീകരിക്കാം ആ വിഷയത്തെ. ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ത്വരീഖത്തുമായുള്ള ബന്ധം അത് അറുത്ത് മുറിച്ച് മാറ്റണമെന്ന് വിചാരിച്ച് സാമ്രാജ്യത്വ ശക്തികൾ. ഞാൻ ഈ പ്രഭാഷണം നടത്തുമ്പോ ഖുത്ബുസ്സമാൻ ശൈഖ് യൂസുഫ് സുൽത്താൻ ഖാദിരി ചിസ്തിയുമായി ബന്ധപ്പെട്ട് അനവധി അത്ഭുത സംഭവങ്ങൾ, കറാമത്തുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വ്യക്തികൾക്കും അതിനെക്കുറിച്ച് പറയാനുണ്ടാകും. ഈയിടെ പയ്യന്നൂരിലെ വീട്ടിൽ പ്രത്യക്ഷപ്പെട്ട് മദീനയിലെ മുനാരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ചിത്രം മഹാനവറുകളെ അംഗീകരിക്കുന്നവരെയും എതിർക്കുന്നവരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടനേകം കറാമത്തുകള് വെളിവായിട്ടുണ്ട്. പക്ഷേ ഒരു പണ്ഡിത സഭയുടെ രൂപീകരണത്തിന് തുടക്കം കുറിക്കുന്ന സമയത്ത്, ഒരു പണ്ഡിത സഭയുടെ രൂപീകരണത്തിന്റെ പ്രഖ്യാപനത്തിന് കാതോർത്ത് നിൽക്കുന്ന ഈ സദസ്സിൽ എന്റെ അഭിമന്യനായ ഗുരുവിന്റെ ഏറ്റവും വലിയൊരു കറാമത്തായിട്ട് എനിക്ക് സമർപ്പിക്കാനുള്ളത്, ഈ പരിശുദ്ധ മാർഗത്തിൽ വന്നയുടനെ ഞാനും അബ്ബാസ് ഫൈസിയും ഒക്കെ മഹാനവറുകളെ കാണാൻ വരുന്ന സമയത്ത് ഞങ്ങളന്ന് സമസ്തയുടെ ആളുകളായിരുന്നു. ശൈഖുന നിരന്തരമായി പറയുന്ന ഒരു കാര്യമുണ്ട്, സമസ്തയുടെ അസ്ല് പരിശോധിക്കണം, അതിന്റെ അടിത്തറ പരിശോധിക്കണം, പണ്ഡിത സഭയുടെ അടിത്തറ പരിശോധിക്കണം. പണ്ഡിത സഭ രൂപീകരിച്ചപ്പോൾ, സമസ്ത രൂപീകരിച്ച സമയത്ത് ഔലിയാക്കൾ മൂക്കത്ത് വിരൽ വെച്ചിട്ടുണ്ട്, അത്ഭുതപ്പെട്ടു. അതുകൊണ്ട് അസ്ല് പരിശോധിക്കണമെന്ന് നിരന്തരമായി മഹാനവറുകൾ പറയാറുണ്ടായിരുന്നു. പക്ഷേ സമസ്തയുടെ അസ്ല് പരിശോധിച്ചു. നിങ്ങൾ ആലോചിക്കണം, 1087 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു ചരിത്രം പരിശോധിച്ചാൽ അത്ഭുതകരമായ പലതും കണ്ടെത്താൻ കഴിയുമെന്നാണ് ബഹുമാനപ്പെട്ട ശൈഖുന പറയുന്നത്. എന്താ കാണാനുള്ളത്? പരിശോധിച്ചപ്പോൾ ഒരുപക്ഷെ ഞാൻ ഈ സദസ്സുമായി പങ്കുവെച്ചാൽ പോലും നിങ്ങളിൽ പല ആളുകളും അംഗീകരിക്കാൻ പ്രയാസപ്പെടുന്ന അതിഭീകരമായ ബീഭത്സമായ സത്യങ്ങളാണ് പുറത്തു വന്നത്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഭീകരമായ സത്യങ്ങൾ, യാഥാർത്ഥ്യങ്ങളാണ് പുറത്തു വന്നത്. കാരണം എന്താ? ഒരു പണ്ഡിത സഭ, ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാന്റെ നേതൃത്വത്തിൽ ഒരു പണ്ഡിത സഭ രൂപീകരിക്കുമ്പോ ഇനി എന്തിനൊരു പണ്ഡിത സഭ? ഞാൻ പറയുന്നത് ഇതൊരു ചരിത്രത്തിന്റെ തിരിച്ചുപോക്കാണ്. ഇതൊരു പണ്ഡിത സഭ രൂപീകരിച്ച് ആളാവാനുള്ള പരിപാടിയല്ല. ഇത് അധികാര കസേരകൾ പങ്കുവെക്കാനുള്ള പരിപാടിയല്ല. മറിച്ച് ചരിത്രത്തിന്റെ ഒരു തിരിച്ചുപോക്ക്, ഒരു ചരിത്ര നിയോഗം ഖുത്ബുസ്സമാൻ തന്റെ ജീവിതത്തിൽ നിർവഹിക്കുന്ന സുപ്രധാനമായ ദൗത്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ദൗത്യം. വികലമാക്കിയ ഇസ്ലാമിന്റെ തനിമുഖം സമൂഹത്തിന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ശ്രമം, അതാണ് ഈ പണ്ഡിത സഭ എന്ന് പറയുന്നത്. ഒപ്പം ചരിത്രത്തിന്റെ വൃത്തികേടുകൾ സമൂഹവുമായി പങ്കുവെക്കാനുള്ള ഒരു സുവർണാവസരം. സമസ്ത എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയത്, നമ്മോട് പറയുന്നത് ആരുണ്ടാക്കിയത്? അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഉണ്ടാക്കിയതാണ്, ആരിഫീങ്ങൾ ഉണ്ടാക്കിയതാണ്, മഹാന്മാരായ ആളുകൾ ഉണ്ടാക്കിയതാണ്. സമസ്ത എന്ന് പറയുന്നത് അത്തരം ആളുകൾ ഉണ്ടാക്കിയതാണ് എന്ന് സാധാരണഗതിയിൽ പറയാറുണ്ട്. എന്നാൽ പരിശോധിച്ചു നോക്കുക, ഒരു പരിശോധനയ്ക്ക് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്, അല്ലാതെ ഇത് വെറുതെ പറയുകയല്ല. ഖുത്ബുസ്സമാൻ പറഞ്ഞു പരിശോധിക്കണം, അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. ജഫർ വന്നപ്പോ ശൈഖുന പറഞ്ഞു, നിങ്ങളെ കിതാബിലുണ്ടല്ലോ ജഫർ. നമ്മളെ കിതാബ് തന്നെ നോക്കിയപ്പോ, വളാഞ്ചേരിയിലെ കുത്തുബഖാനയിലെ കിതാബ് നോക്കിയപ്പോ ജഫർ വളരെ വ്യക്തമായിട്ട് അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ പഠിക്കുന്ന, നിങ്ങളെ മുമ്പിലുള്ള കിതാബ് തന്നെ ജഫറിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നത് ശൈഖുന സമസ്തയുടെ അടിത്തറ പരിശോധിക്കണം എന്ന് പറയുമ്പോൾ ഖുത്ബുസ്സമാൻ ശൈഖ് യൂസുഫ് സുൽത്താൻ ഖാദിരി ചിസ്തി ഒരു ചരിത്ര പഠനത്തിൽ ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയല്ല. മറിച്ച് ചെറുപ്പത്തിൽ അള്ളാനെ തേടി ഇറങ്ങി കാടുകളിലും മലകളിലും ഗുഹകളിലും മഖ്ബറകളിലും ജീവിച്ച വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വമാണ് സമസ്തയുടെ അടിത്തറ പരിശോധിക്കണം എന്ന് പറയുന്നത്. അടിത്തറ പരിശോധിച്ചു. കേരളത്തിലെ മൊത്തം പണ്ഡിത സഭകളുടെ അടിത്തറ പരിശോധിച്ചു. മൗലാന ആലി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ പോരാട്ടം നടത്തിയിരുന്ന സമയത്ത്
ആലി മുസ്ലിയാരുടെ കൂടെ നേതൃത്വം നൽകാൻ രണ്ടാളുകളും കൂടി ഉണ്ടായിരുന്നു. ഒന്ന് KM മൗലവി, രണ്ട് പാങ്ങിൽ അഹമ്മദ് കുട്ടി മൗലവി, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നങ്ങനെ പറഞ്ഞാൽ അറിയുള്ളൂ. ഈ മൂന്ന് ത്രിമൂർത്തികൾ എന്ന പേരിലാ ചരിത്രത്തിൽ അവർ അറിയപ്പെടുന്നു. ഇവര് ഒന്നിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ രണാങ്കണത്തിൽ ഇറങ്ങി. പക്ഷേ ബ്രിട്ടീഷുകാരുടെ ഭാഗത്ത് നിന്ന് അറസ്റ്റും മർദ്ദനവും പീഡനവും വന്നപ്പോ KM മൗലവി തിരൂരങ്ങാടിയിൽ നിന്ന് തെക്കൻ കേരളത്തിലേക്ക് കൊടുങ്ങല്ലൂരിലേക്ക് നാട് വിട്ടുപോകും, ഒളിച്ചോടിപ്പോന്നു. നിങ്ങൾ ആലോചിക്കണം, പാവപ്പെട്ട സമുദായത്തെ വെള്ളക്കാരന്റെ തീ തുപ്പുന്ന വെടിയുണ്ടകൾക്ക് മുമ്പിൽ എറിഞ്ഞു കൊടുത്തിട്ട് ഒളിച്ചോടി പോരുകയാണ് KM മൗലവി ചെയ്തത്. എന്നിട്ട് ഒരു പണ്ഡിത സഭ രൂപീകരിച്ചു, കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു പണ്ഡിത സഭ. എന്നിട്ട് സാമ്രാജ്യത്വത്തിന്റെ ആളായിട്ട് KM മൗലവി രംഗത്ത് വന്നു. അതൊരു പക്ഷേ സുന്നികളൊക്കെ പറയും, സമസ്തക്കാരൊക്കെ പറയും. എന്നാ പിന്നെ സമസ്ത സ്ഥാപിക്കാൻ വേണ്ടി ഇറങ്ങി നടന്ന് സമസ്തയുടെ ചരിത്രത്തിൽ പ്രമുഖ പണ്ഡിതനായി രേഖപ്പെടുത്തി വെക്കുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അവസ്ഥ എന്തായിരുന്നു? ഞങ്ങൾ അടിത്തറ പരിശോധിച്ചു, ഖുത്ബുസ്സമാന്റെ നിർദ്ദേശം അനുസരിച്ച് അടിത്തറ പരിശോധിച്ചു. ആരായി പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ? അന്ന് ആലി മുസ്ലിയാരുടെ കൂടെ ഓടി നടന്ന് മലബാറിലെ മുസ്ലിങ്ങളെ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ ജീവൻ കൊടുത്തും പോരാടണമെന്ന് പറഞ്ഞ് രണാങ്കണത്തിൽ ഇറക്കി. പക്ഷേ പോരാട്ടം ശക്തമായ സമയത്ത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഒളിച്ചോടി പോവുക മാത്രമല്ല ചെയ്തത്, മറിച്ച് കിളിയമണ്ണിൽ കുടുംബത്തിൽപ്പെട്ട് ബ്രിട്ടീഷ് അനുകൂലിയായ ബ്രിട്ടീഷുകാരെ അനുകൂലിക്കുന്ന ഒരു ജന്മിയുടെ അടുക്കൽ അഭയം തേടി ആ ജന്മിയുടെ സഹായത്തോടു കൂടി ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് മാപ്പ് ചോദിച്ച് അവർക്ക് കീഴടങ്ങി അവസാനം ബ്രിട്ടീഷുകാരന്റെ പാദസേവകനായി മലബാറിലുടനീളം ബ്രിട്ടീഷുകാരന് വേണ്ടി പ്രസംഗിക്കുന്ന അവസ്ഥയിലേക്കാണ് ഈ പറയുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എത്തിപ്പെട്ടത്. സാമ്രാജ്യത്വത്തിന്റെ ആളായി രംഗത്ത് വന്നു. KM മൗലവിയെ പോലും നാണിപ്പിക്കുന്ന ചരിത്രമാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്കുള്ളത്. ഞാൻ ഉത്തരവാദിത്വ ബോധത്തോടെയാണ് പറയുന്നത്. ഞാനിത് പറയുമ്പോ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സ് പോലും ആലോചിക്കുന്നുണ്ടാകും, ഇത്ര കണ്ടോ? എന്നിട്ടെന്താ അയാൾ ചെയ്തത്? ഇദ്ദേഹം എന്താ ചെയ്തത്? നാടെന്നീളെ ഇറങ്ങി നടന്ന് ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി, വെള്ളക്കാരൻ അനുകൂലമായി ഇന്ത്യ ഭരിക്കേണ്ടത് ബ്രിട്ടീഷുകാരൻ തന്നെയാണ് എന്ന് പ്രസംഗിച്ചു അദ്ദേഹം. അതായിരുന്നു അദ്ദേഹത്തിന്റെ പരിപാടി. അതിനുവേണ്ടി അദ്ദേഹം ഇറങ്ങി തിരിച്ചു. അത് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ബ്രിട്ടീഷുകാർ നാട് കടത്തിയ ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളുടെ പ്രിയപ്പെട്ട പേരക്കുട്ടി, പ്രിയപ്പെട്ട മകൻ സയ്യിദ് ഫദ്ൽ പൂക്കോയ തങ്ങൾ. ഫദ്ൽ പൂക്കോയ തങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ല. ഫദ്ൽ പൂക്കോയ തങ്ങളുടെ മക്കൾക്ക്, മമ്പുറം തങ്ങളുടെ പേരക്കുട്ടികൾക്ക് തങ്ങളുടെ പിതാവിന്റെ ജനിച്ച മണ്ണിലേക്ക് തിരിച്ചു വരാനുള്ള അവസരം ഉണ്ടായില്ല. അവിടുത്തെ മക്കൾക്ക് ഉണ്ടായില്ല. അവര് തിരിച്ചു വരാൻ വേണ്ടി ശ്രമിച്ചപ്പോഴൊക്കെയും മലബാറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മമ്പുറം തങ്ങളുടെ പേരക്കുട്ടികളെ മലബാറിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ വേണ്ടി തീവ്രമായ ശ്രമങ്ങൾ നടത്തിയപ്പോൾ അതിന്റെ മുമ്പിൽ കോടാലി വെച്ച് മമ്പുറം തങ്ങളുടെ പേരക്കുട്ടികളെ മലബാറിന്റെ മണ്ണിൽ ഇറക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാരന്റെ കൂടെ ചാരപ്രവർത്തനം നടത്തിയത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു. അദ്ദേഹം അതിന് ശ്രമം നടത്തി. ഇത് ചരിത്ര രേഖകളാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ കഥ ഒന്ന് പരിശോധിച്ചാൽ മതി. കാസിം ഉസ്താദ് പറഞ്ഞു പ്രഖ്യാപനത്തിന് സമയമായിട്ടുണ്ടെന്ന് പറഞ്ഞ് എഴുത്തേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ നിർത്താം, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ മരണം, അദ്ദേഹത്തിന്റെ അന്ത്യം, ഖുത്ബുസ്സമാൻ പറയാറുണ്ട്, എന്റെ മുരീദുമാരുടെ മരണ സമയത്ത് നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ മതി, പരിശോധിച്ചാൽ മതി. തിരിച്ച് പണ്ഡിത സഭ AP ആയാലും EK ആയാലും സംസ്ഥാനമായാലും നിങ്ങളുടെ മൊത്തം അടിത്തറയായ സമസ്തയുടെ ആളുകളോട് ഈ പണ്ഡിത സഭയുടെ പ്രഖ്യാപനത്തിന്റെ സമയത്ത് ഞാൻ പറയുന്നത് നിങ്ങളുടെ നേതാക്കളുടെ മരണചരിത്രം ഒന്ന് പരിശോധിച്ചാൽ മതി, എന്ത് അന്ത്യസമയത്ത് സംഭവിച്ചത് എന്ന്. അത് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർക്ക് അറിയാമല്ലോ. മമ്പുറം തങ്ങളുടെ പേരക്കുട്ടികളെ കുരുത്തക്കേട് എന്നാ മൂപ്പർ അതിനെ കുറിച്ച് പറഞ്ഞു. കുരുത്തക്കേടനായിരുന്നു.
അതാണ് സമസ്ത ഉണ്ടാക്കിയത്. മറ്റൊരാള് എന്നിട്ട് അദ്ദേഹം പാസ്സാക്കിയ പ്രമേയമൊക്കെ ഉണ്ട്, നമ്മൾ പല പ്രാവശ്യം കേട്ടതാ. ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി സമസ്ത ഉണ്ടാക്കിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് കക്ഷിയാവണമെന്ന് പറഞ്ഞ പ്രമേയം പാസ്സാക്കി. മറ്റൊന്ന് വരക്കൽ മുല്ലക്കോയ തങ്ങളാണ്. ആരായി വരക്കൽ മുല്ലക്കോയ തങ്ങള്? വിശ്വാസപരമായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നേർക്കുനേരെ എതിർത്തയാളാണ്. സുന്നത്ത് ജമാഅത്തിന്റെ കാഴ്ചപ്പാടിന്റെ എതിരായിരുന്നു അദ്ദേഹം. ബ്രിട്ടീഷുകാരന്റെ സ്വന്തം ആളായിരുന്നു. ലോഗോൻ സാഹിബിന്റെ കൂട്ടാളിയായിരുന്നു, സുഹൃത്തായിരുന്നു. കേരളത്തിൽ നിരവധി പണ്ഡിതന്മാരും സാദാത്യങ്ങളും ഉണ്ടായിട്ടും ബ്രിട്ടീഷുകാര് ഈ ചുമതല ഏൽപ്പിച്ചത് വരക്കൽ മുല്ലക്കോയ തങ്ങളെയായിരുന്നു. എന്തിനു ബ്രിട്ടീഷുകാർ ഇത് ചെയ്തു? മുസ്ലിം സമൂഹത്തിന്റെ ആത്മീയത തകർക്കുക, ത്വരീഖത്ത് തകർക്കുക, ഷെയ്ഖുമാരുമായുള്ള ബന്ധം തകർക്കുക. അതിനുവേണ്ടി ഇനി ഒരുപാട് പറയാണ്ട് ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. പണ്ഡിത സഭ ഉണ്ടാക്കി നമുക്ക് വിശദീകരണം ഉണ്ടാകുമല്ലോ, അപ്പൊ പറയാം. എന്റെ ദൗത്യം ഈ മഹത്തായ പരിപാടിക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇത് ഖുത്ബുസ്സമാന്റെ കറാമത്താണ്. ഇത് ഈ പ്രഖ്യാപനം ഖുത്ബുസ്സമാന്റെ കറാമത്താണ്. ശൈഖുന നിരന്തരമായിട്ട് പറയാറുണ്ട്, സത്യത്തിനെന്നും 16 സത്യത്തിനെന്നും 16. വളരെ സത്യമാണ്. നമ്മുടെ അഭിവന്യനായ മഹാനുഭാവൻ പറഞ്ഞത് ഇന്ന് പുലർന്നും കൊണ്ടിരിക്കുകയാണ്. 85, 90, 100 വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിന്റെ ശ്മശാന ഭൂമിയിൽ ഇട്ട് ഖബറടക്കിയ ചരിത്രമാണ് ഖുത്ബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദിരി ചിശ്തി പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അത്ഭുതകരമല്ലേ? ഇത് ഇൽഹാമു മുഖേന കിട്ടിയതാണെന്നല്ല പറഞ്ഞത്. ഷെയ്ഖുന പറഞ്ഞത് അങ്ങനെ ആയിരിക്കും. ഇത് ചരിത്ര രേഖ ഇനി എവിടുന്നെങ്കിലും കിട്ടിയതാണെന്നല്ല, ചരിത്ര രേഖകളാ സംസാരിക്കുന്നത്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ ആരാ? പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ആരാ? സത്യത്തിനൊന്നും 16. അതുകൊണ്ട് തന്നെ ആ പണ്ഡിത സഭ അസ്ല് നന്നാവുക അതൊരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. പരിശുദ്ധ ഖുർആനിൽ മദീനയിലെ മസ്ജിദിനെ കുറിച്ച് പറഞ്ഞതുപോലെ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. തഖ്വയുടെ മേലിൽ അടിത്തറ പാകിയ മസ്ജിദ് എന്ന് മദീനയിലെ പള്ളിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ നിലവിൽ വന്ന് സംഘടനകളൊക്കെ സാമ്രാജ്യത്വ ശക്തികളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് ആവിഷ്കരിക്കപ്പെട്ടതാണെങ്കിൽ, രാജാതിരാജനായ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് സമ്മതം ലഭിച്ച ജനമനസ്സുകളെ സംസ്കരിക്കാൻ ഇറങ്ങിയ ഖുത്ബുസ്സമാൻ തന്നെ തഖ്വയുടെ മേലിൽ അടിത്തറ പാകി ഒരു പണ്ഡിത സഭയ്ക്ക് രൂപം നൽകുകയാണ്. അത് പണ്ഡിത സഭയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനല്ല, സഹാബത്തിന്റെ ഔലിയാക്കളുടെ വിശുദ്ധ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. ത്വരീഖത്തിന്റെ പരിശുദ്ധ ദീനിന്റെ യഥാർത്ഥത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി. ഇന്നും അതെന്നെ പേറുന്നത്, ഇന്നും പണ്ഡിത സഭ. ഞാനൊരു ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞിട്ട് നിർത്തുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പണ്ടൊക്കെ നമ്മളെ നാട്ടില് നോമ്പും പെരുന്നാളും ഒക്കെ ആഘോഷിക്കുമ്പോ ഒരു മഹലിൽ ഇന്ന് നോമ്പാണെങ്കിൽ നാളെ പെരുന്നാൾ. ഒരു ടീമിന് മുജാഹിദ് അവര് പറയും മാസം ഇങ്ങനെ കാണും, പിന്നെ കണക്കനുസരിച്ച് ഇന്ന ദിവസം പെരുന്നാളാണെന്ന് പ്രഖ്യാപിക്കും. സുന്നികൾ പറയുന്നത് അംഗീകരിക്കാൻ പറ്റൂല. അങ്ങനെ വ്യത്യസ്തമായ രീതികളിൽ പല മഹല്ലുകളിൽ പല വിഭാഗങ്ങൾ, ഞാനത് തിരിച്ചു വരണം എന്നല്ല പറയുന്നത്, വ്യത്യസ്ത മഹല്ലുകളിൽ ഉണ്ടായിക്കോട്ടെ. അങ്ങനെ ഇരുന്നു പെരുന്നാൾ. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അങ്ങനെ ആഘോഷിച്ചിരുന്നത്. ഇപ്പൊ അതൊന്നുമില്ലല്ലോ. നമ്മുടെ സമുദായം ഐക്യപ്പെട്ടു. ഇപ്പൊ ഒരേ ദിവസം പെരുന്നാൾ, ഒരേ ദിവസം നോമ്പ് ആഘോഷിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു എന്നാ പറയുന്നത്. മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും കാന്തപുരം വിഭാഗവും ചെറുശ്ശേരി വിഭാഗവും ദക്ഷിണ കേരളയും സംസ്ഥാന കേരളയും സകലമാന കാളിമാരും കാളിയക്കുളാത്തും പാണക്കാടും സകല ആളുകളും ഒന്നായിട്ട് എല്ലാവരും കൂടി ഒരു ദിവസം പെരുന്നാൾ പ്രഖ്യാപിക്കുന്നു. ഈ അത്ഭുതം എങ്ങനെ സംഭവിച്ചു? ഒന്ന് ആലോചിക്കാൻ നമ്മൾ ആലോചന കിട്ടുതരാം എന്ന് ആലോചിക്കുക. എങ്ങനെ ഇവർ ഐക്യപ്പെട്ടു? ഒരു മേശയ്ക്ക് ചുറ്റുപോലും ഇരിക്കാൻ പ്രയാസപ്പെടുന്ന ഈ വിഭാഗം ഈ വിഷയത്തിൽ എങ്ങനെ യോജിച്ചു? അല്ലെങ്കിലും നമ്മളെ ടീം എന്ന് പറഞ്ഞാൽ ആകെ ഐക്യപ്പെടുന്നത് ഒന്ന് 16 വയസ്സാകണം പെൺകുട്ടികളെ, 18 വയസ്സാകണം പ്രായം പെൺകുട്ടികളെ കെട്ടിക്കാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി വെടിയും കുന്തെടുത്തിട്ട് ഇറങ്ങി തിരിച്ചു. മറ്റൊന്ന് പെരുന്നാൾ ഒന്നായി, അല്ലെ, നോമ്പൊന്നായി, കണക്കില്ല, കാര്യല്ല. ഇപ്പൊ എന്താ, മാസം കണ്ടാൽ ഉറപ്പിക്കല, ഇന്ന ആളോട് ചോദിക്കണം, അടുത്തയാളോട് ചോദിക്കണം എന്ന് പറഞ്ഞാൽ മാസം നിശ്ചയിക്കാൻ വേണ്ടി, പെരുന്നാളും നോമ്പുമൊക്കെ നിശ്ചയിക്കാൻ വേണ്ടി എപിയും ഇകെയും സംസ്ഥാനയും ദക്ഷിണയും സകല അലപലാദികളും ചേർന്നിട്ട് ഒരു സംഘടന ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിന്റെ മൊത്തം നിയന്ത്രണം ആരാ? കേരളത്തിലെ ഒരു വ്യവസായ പ്രമുഖൻ,
മാസം കണ്ടോ കണ്ടില്ലേ, കണക്കനുസരിച്ച് നോമ്പാണോ പെരുന്നാളാണോ എന്നെല്ലാം മറിച്ച് കേരളത്തിലെ ഒരു മുസ്ലിം വ്യവസായി ഒരു മുസ്ലിം വ്യവസായി സമ്പന്നം തീരുമാനിക്കണമെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നാമൊക്കെ പറയാറുണ്ട് പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല എന്ന്. ആ അവസ്ഥയിലാണ് സംഘടനകളുള്ളത്. ഇൻഷാ അല്ലാഹ് ഖുത്ബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഖാദിരി ചിശ്തിയുടെ നേതൃത്വത്തിൽ ഒരു പണ്ഡിത സഭ രൂപം കൊള്ളുമ്പോൾ ഈ പണത്തിന് മുമ്പിൽ പറക്കാൻ കഴിയുന്ന പണ്ഡിത സഭയായിരിക്കും ഈ പണ്ഡിത സഭ എന്ന് ഞാൻ പറയുകയാണ്. രണ്ട്, കേരളത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികളുടെ വൃത്തികെട്ട തലച്ചോറിൽ നിന്ന് ഉത്ഭവിച്ച ഈ മാലിന്യങ്ങൾ മുഴുവനും പുറന്തള്ളി ഈ സമുദായത്തിന്റെ ഹൃദയത്തിലും തലച്ചോറിലും ഈമാനും തൗഹീദും നിറക്കുന്ന ഒരു പണ്ഡിത സഭയായിരിക്കും നിലവിൽ വരുന്ന പണ്ഡിത സഭ എന്ന് ബഹുമാനപ്പെട്ട മഹാനവറുകളെ സാക്ഷി നിർത്തിയും കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ പറയുകയാണ്. ഖുത്ബുസ്സമാൻ അത് പറയും. ഇനി പണത്തിന്റെ മുകളിൽ പറക്കാൻ അനുവദിക്കില്ല. ഇനി ഇൻഷാ അല്ലാഹ് പണത്തിന്റെ മുകളിൽ പറന്നു പോകും. സമ്പന്നരെ നിയന്ത്രിക്കാൻ അനുവദിക്കില്ല. അന്ന് ഖാൻ ബഹദൂർമാരാണ് നിയന്ത്രിച്ചിരുന്നത് എങ്കിൽ ഇന്ന് പുതിയ ഖാൻ ബഹദൂർമാർ സമുദായത്തെ നിയന്ത്രിച്ചും കൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ ദുരന്തത്തിനെതിരെയുള്ള പോരാട്ടമാണ് പണ്ഡിത സഭ. അള്ളാഹു ഇതെന്ന് പറയുമ്പോൾ ഖുത്ബുസ്സമാന്റെ പണ്ഡിത സഭ കേവലം ഒരു പ്രഖ്യാപനത്തിന് വേണ്ടിയല്ല, ഇത് മഹാനവറുകളുടേത് തന്നെയാണ്. പ്രഖ്യാപിക്കാൻ വേണ്ടി വന്നതല്ല. ഉണ്ടാക്കിയതാരാ? ഖുത്ബുസ്സമാൻ. സ്ഥാപിച്ചതാരാ? ഖുത്ബുസ്സമാൻ. പ്രഖ്യാപിച്ചതാരാ? ഖുത്ബുസ്സമാൻ. ഇതിന്റെ പ്രസിഡന്റിനെ നിശ്ചയിക്കുന്നതാരാ? ഖുത്ബുസ്സമാൻ. ഇതിന് നേതൃത്വം നൽകുന്നതാരാ? ഖുത്ബുസ്സമാൻ. തഖ്വയുടെ മേലിൽ അടിത്തറപ്പാകിയ പണ്ഡിത സഭ. അള്ളാഹു മഹാനവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ഈ നേതൃത്വത്തിലായി ദീർഘകാലം ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് പറഞ്ഞ് ഞാൻ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ ഈ മഹത്തായ പരിപാടിയിൽ പ്രഖ്യാപനം നടത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു മഹാനവറുകളാണ്. അതൊരു സ്വാഗതം പറയാന്ന് പറഞ്ഞാൽ എങ്ങനെ മഹാനവറുകൾക്ക് സ്വാഗതം പറയുക? മഹാനവറുകൾ ഇതിലൊരു അതിഥിയാണെങ്കിൽ സ്വാഗതം പറയാമായിരുന്നു. മറിച്ച് ഇത് മഹാനവറുകളുടേത്, ഈ സദസ്സ് മഹാനവറുകളുടേത്, ഈ വേദി മഹാനവറുകളുടേത്. അവിടെ നിന്ന് വിളിച്ചപ്പോ വന്ന ആളുകളാണ് നമ്മൾ. അള്ളാഹു അവർക്ക് ദീർഘായുസ് നൽകുമാറാവട്ടെ, ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ, ഔലിയാക്കളിൽ അത്യുന്നതമായ സ്ഥാനം നൽകുമാറാവട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ദുആ ചെയ്യുകയാണ്. പിന്നെ ഇവിടെ പ്രഭാഷണം നടത്തുന്നത് ഒന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുറഹീം ഉസ്താദ് വളപുരം അവറുകളാണ്. ഉസ്താദ് അവറുകൾക്ക് ഞാൻ സ്വാഗതം പറയുകയാണ്. അതുപോലെ ഇവിടെ പ്രസംഗിക്കുന്നത് ഒന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇസ്മായിൽ മുസ്ലിയാർ കിടങ്ങഴി അവറുകളാണ്. ഉസ്താദിന് ഞാൻ സ്വാഗതം പറയുന്നു. അതുപോലെ സമാപന പ്രഭാഷണം നടത്തുന്നത് എൻ്റെ സുഹൃത്ത് അബ്ബാസ് ഫൈസ് വഴിക്കടവ് അവറുകളാണ്. അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം പറയുന്നു. അതുപോലെ നമ്മുടെ ഈ മഹത്തായ പരിപാടിയിൽ വിശിഷ്ടാതിഥികളായി എത്തിച്ചേർന്ന നമ്മുടെ ഏർവാടി ദർഗാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അംജദ് ഹുസൈൻ തങ്ങൾ, അതുപോലെ തന്നെ സെക്രട്ടറി മൗലവി സയ്യിദ് ഫാറൂഖ് ആലിം തങ്ങൾ, അവിടുത്തെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ ജഹാംഗീർ സുൽത്താൻ തങ്ങൾ, സയ്യിദ് ഇബ്രാഹിം തങ്ങൾ, ഷാഹുൽ ഹമീദ് ആലിം തങ്ങൾ, മുഹമ്മദ് സുൽത്താൻ തങ്ങൾ തുടങ്ങിയ ഏർവാടി ദർഗയിലെ പ്രമുഖരായ വ്യക്തികളൊക്കെ ഈ ചരിത്ര സംഭവത്തിന് സാക്ഷികളാകാൻ വേണ്ടി, നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി, പണ്ഡിത സഭയെ അനുഗ്രഹിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത സകല ആളുകൾക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറയുന്നു. പ്രത്യേകിച്ച് ഈ ഇതര സംഘടനയുടെ ആളുകൾ, ഇതര മതസ്ഥരായ ആളുകൾ, ഈ സൗകര്യം ചെയ്തു തന്ന ആളുകൾ, അതുപോലെ തന്നെ ഇതിൻ്റെ സന്ദേശം മൊത്തം എല്ലാ ആളുകളിലേക്കും എത്തിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന നമ്മുടെ വാർത്താ മാധ്യമങ്ങളുടെ മീഡിയ പ്രവർത്തകർ, അവർക്കെല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറയുകയാണ്. ഈ സന്ദേശം എല്ലാവരും എല്ലായിടത്തും എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാം ഈ മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്ത് ഇതിൻ്റെ പ്രഖ്യാപനം നടത്താൻ വേണ്ടി, ഇതിൻ്റെ ഉദ്ഘാടനവും പ്രഖ്യാപനവും സ്ഥാപനവും ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ട് അത് മുഴുവൻ നടത്താൻ വേണ്ടി, ഇത് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാൻ്റെതാണ്. ഒരു ചരിത്ര സംഭവത്തിന് സാക്ഷിയാകാൻ പോവുകയാണ്. അതിന് മഹാനവറുകളെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. يا حضرة روح النبي سيدنا ومولانا محمد مصطفى رسول الله صلى الله عليه وسلم. الفاتحة. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. لله رب الفلك من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا ومولانا محمد. اللهم صل صلاة كاملة وسلم سلاما دواما على سيدنا محمد الذي تنال به العقد وتنفرج به القربة وقضى به الحوائج وتنال بالرائب وحسن العباد وسكن وجهه الكريم وعلى آله وصحبه في كل لمحة من السن من كل معلوم لك. اللهم وصل للرفاع بما قرأنا من القرآن الذي ما صلينا وهدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة روح النبي المختار المجاهد الكريم رسول الله صلى الله عليه وسلم. ثم إلى أرواح آبائي وإخواني من الأنبياء المرسلين وملائكة الله المقربين. ثم إلى أرواح ساداتنا أبو بكر وعمر وعثمان علي وحسن الحسين وحمزة والعباس وفاطمة الزهراء خديجة الكبرى وعائشة. ثم إلى أرواح صحابة كلهم أجمعين. ثم إلى حضرات أرواح شيخنا وصلى الله محي الدين عبد القادر الجيلاني وصلى الله عليه. ثم إلى أرواح سلطان العارفين سيدنا أحمد الكبير الفاي رضي الله عنه. ثم إلى أرواح رسول الذي من روح جامع الدين رضي الله عنه. ثم إلى أرواح المفضل الفاصل أرواح قطب سلطان سيد إبراهيم بادشاه سيد الله. ثم إلى أرواح مشايخنا شيخ صدر القادرية السياج باية كلهم أجمعين. ثم إلى أرواح روحنا شيخ الأنبياء الأولياء والعلماء والشهداء والصديقين والصالحين. ثم إلى أرواح المؤمنين عما إنك على كل شيء قدير. ثم إلى أرواح خلائق عليه السلام لياسن عليه السلام. ثم إلى أرواح من أمة محمد صلى الله عليه وسلم. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تعرفنا رؤيته وفينا المعروض. اللهم إنا نسألك أن نتوسل إليك وأنبيائك وأوليائك وشهدائك وعبادك الصالحين عندك كل دعوتنا توسل مرادنا ومصيباتنا برحمتك يا أرحم الراحمين. اللهم اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على أهل سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم.